ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തേക്ക് മ്യൂസിയം നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്ക് പോയൊരു വീഡിയോ ആണ് കേട്ടോ. കുട്ടിയൊക്കെ ഒഴിവായതുകൊണ്ട് കുട്ടികളെ എങ്ങോട്ടോ പോകണമല്ലോ പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നതാണ്. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ടിക്കറ്റ് വേഗം എടുത്തിട്ടോ. വലിയവർക്കൊക്കെ 50ഉം കുട്ടികൾക്ക് 15ഉം, ഇനി ചെറുത്ത കുട്ടികൾക്ക് ഫ്രീ ആണ്. ഇവിടെ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഹൈലൈറ്റ് ചെയ്തൊരു പ്രതിമനെ കാണും കേട്ടോ. തലയിലൊരു തേക്കൊക്കെ വെച്ചിട്ട് കയ്യിൽ ഭൂമിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ മ്യൂസിയത്തിൻ്റെ പുറത്തായിട്ട് ഇതേപോലെ തേക്കിനോട് ഒരു അടിപൊളി സംഭവം കാണും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെരുപ്പൊക്കെ ഞങ്ങൾ പുറത്തയച്ച് വെക്കാം കേട്ടോ. നമ്മളെ ഉത്തരവാദിത്തത്തിൽ തന്നെ വെക്കും വേണം. പോയതോ പോലും അറിയില്ല. ഇങ്ങനെ അതിൻ്റെ ഉള്ളിക്കട് കയറി ചെന്നാൽ തന്നെ നല്ലൊരു തണുപ്പാണ്. ഒന്നാമത് നല്ല വൃത്തിയാണ്. പുറത്ത് ചെരുപ്പ് ഊരിയിടുന്നതുകൊണ്ടും പിന്നെ അത്രയും ക്ലീനപ്പായിട്ട് സൂപ്പറായിട്ടാണ് ഓല് കൊണ്ടെടുക്കുന്നത്. ഒന്ന് കയറുമ്പോൾ തന്നെ വെറൈറ്റി ഒരു ഇരിപ്പിടം കാണാം കേട്ടോ. പക്ഷെ ഇരിക്കാൻ പറ്റൂല. ഇത് കഴിഞ്ഞിട്ട് ഇതാ വലിയൊരു തേക്ക് കാണാം. അങ്ങനെ പിന്നെ തേക്കിൻ്റെ ഐറ്റംസ് പലതും കാണാം കേട്ടോ. പിന്നെ ഇതാ വലിയൊരു തേക്ക്. ഇതൊക്കെ നമ്മളൊക്കെ കിട്ടിയാൽ നമ്മൾ 2 കട്ടിലും വാതിൽപ്പുളിയൊക്കെ ഉണ്ടാക്കും. അതിനകത്ത് സംഭവം തേക്കാണ് കേട്ടോ. നമ്മളെ വരയിലൊക്കെ മഹാഗണിനോട് ചിരിയും കളിയാണ്. തേക്കൊന്നും കാണാൻ കിട്ടില്ല. പിന്നെ ഇതാ പലതരം തേക്കുകൾ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള കൂടെ കുട്ടികളൊക്കെ ഓടി കളിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതാ തേക്കിൻ്റെ വേര് പിന്നെ കാഴ്ചക്ക് വെച്ചിട്ടുണ്ട് അടിയിൽ. പിന്നെ അതിൻ്റെ വലിയ വേരൊന്നും കാണാനില്ല. ഇനി നാരുവേരുമലാണോ തേക്ക് ഉണ്ടാവലെന്നും അറിയില്ല. അങ്ങനെ ഇവിടെ തേക്കിൻ്റെ എല്ലാ സംഭവങ്ങളും അതിൻ്റെ വിത്ത് മുതൽ പിന്നെ അതിൻ്റെ വളം അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ വലിയൊരു പീസ് തേക്ക് കാണും കേട്ടോ. ഇതൊരു 450 വർഷത്തോളമൊക്കെ പഴക്കണ്ടെന്ന് പറയും. സെറ്റപ്പാണ്. നല്ല കാതലുള്ള തേക്കുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് പുറത്ത് നോക്കിയപ്പോഴാണ് 2 ആൾക്കാർ അവിടെ അങ്ങനെ ചെസ് കളിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും നോക്കിയതിൻ്റെ ഇടയിൽ കൂടെ തേക്ക് കൊണ്ടുണ്ടാക്കിയ അലമാരകളും അങ്ങനെ പല സംഭവങ്ങളുണ്ട് കേട്ടോ. പഴയ വീടുകളിലൊക്കെ പോയാൽ നമുക്ക് കാണാം. അപ്പോൾ ഒക്കെ പ്ലൈവുഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒന്നും കാണാൻ കിട്ടില്ല. പിന്നെ പൂമ്പാറ്റകളൊരു വൻ ശേഖരം തന്നെ അവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് പൂമ്പാറ്റകളും ഉണ്ട്. പിന്നെ മറ്റു വണ്ടുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ തേക്കുമായിട്ട് ബന്ധപ്പെട്ട തേക്കിനെ ചുറ്റിപ്പറ്റിയൊക്കെ ജീവിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ തേക്കുമായിട്ട് ബന്ധപ്പെട്ട് അതായത് തേക്കിൻ്റെ അടുത്തായിട്ട് ജീവിക്കുന്ന സാധനങ്ങളുണ്ടാവും. തേക്കിൻ്റെ മരത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന ഓരോ പിന്നെ ജന്തുക്കളൊക്കെ അവിടെ ഫോട്ടോസ് ഉണ്ട്. ഇത് തേക്കിൻ്റെ പിന്നെ വിത്താണ് കേട്ടോ. ഇതുണ്ടാക്കിയ വെച്ചായിരിക്കും. ഇത്ര വലിയ വിത്തൊന്നും ഏതായാലും ഉണ്ടാക്കില്ലല്ലോ. ഇതാണ് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന തേക്കിൻ്റെ വിത്ത്. അടിച്ചേരി മാനം കിട്ടുന്ന സാധനമാണ്. അത് പൂവിടണമെങ്കിൽ കായ്ക്കണിയൊക്കെ കാലമായ പിന്നെ അടിച്ചു വാരി ഊര പോലെ കേട്ടോ. പിന്നെ ഇതാ തേക്ക് കൊണ്ട് തന്നെ ഉണ്ടാക്കിയ പല കരകൗശല സാധനങ്ങൾ, മാസ്കുകൾ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വിളവെടുപ്പ് ഉപകരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ആമറൊക്കെ തല്ലി കൊല്ലാനൊക്കെ ഉപയോഗിക്കണം. പിന്നെ ഇതാ തേക്കിനോട് ശീലിംഗ് ചെയ്ത് അടിപൊളി റൂമിലൊക്കെ ശീലിംഗ് ചെയ്യാൻ പറ്റിയ സംഭവം കേട്ടോ. ഇതൊക്കെ പഴയ വീടുകളിലൊക്കെ എപ്പോഴും കാണാം. പിന്നെ മനുഷ്യപരിണാമം പോലെ തന്നെ തേക്ക് എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളതിൻ്റെ കറക്റ്റ് ഒരു ഫ്ലോ ചാർട്ട് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ തേക്ക് മുറിക്കലിൻ്റെ വിവിധ ഘട്ടങ്ങൾ എല്ലാം അവിടെ ഉണ്ട്. പിന്നെ തേക്കിൽ ഇതാ നല്ലൊരു ഊഞ്ഞാൽ. ഇതൊക്കെ ആദ്യമൊക്കെ പോണോല് ഫോട്ടോ ഒക്കെ എടുക്കണതാണ്. അപ്പം നമുക്ക് അതിന്മേൽ തൊടാൻ പോലും കഴിഞ്ഞില്ല കേട്ടോ. ഒക്കെ കയറട്ടി വെച്ച്. മരുന്ന് പെട്ടി, ഇത് മരുന്നിടുന്ന പെട്ടികളാണ്. പെട്ടകോ എന്ത് സാധനം? പെട്ടകം. ഇത് പെട്ടി പണ്ട് സ്വർണം പൈസ കൊടുത്തത്. ഇത് പത്തായം. ഇത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടോ. പത്തായം തേക്കിൻ്റെ ഒന്നും ആയിരിക്കൂല എന്നാലും. പക്ഷെ ഒരുപാട് കാലപ്പോഴും ഉണ്ട് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ വീട്ടിൽ. പിന്നെ തേക്കിൻ്റെ വാതിലൊക്കെ കണ്ടെങ്കിൽ നോക്കിക്കുക കേട്ടോ. നമ്മളെ വാതിലൊക്കെ ഒളിഞ്ഞ് മാറാനായിരുന്നു. ഇതെങ്ങനെ അടിച്ചു മാറ്റാൻ കഴിയുമെന്നായിരിക്കും. അപ്പം അടിച്ചു മാറ്റാനൊന്നും കഴിയില്ല. CCTV നിരീക്ഷണത്തിലാണ് മൊത്തം. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഐസ്ക്രീം വേണം പറഞ്ഞ് അത് കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയത്. ഇനി അപ്പോൾ തന്നെ അത് ഐസ്ക്രീം തിന്നാൻ വേറെ ആൾ വന്നത്. എന്നെ പഠിപ്പിച്ചാൽ അതിൽ അതിനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അത് പൊടിയാണല്ലോ. എൻ്റെ വയറൊക്കെയാണ് എൻ്റെ പ്രസവിച്ച. അത് കഴിഞ്ഞ അതിൻ്റെ ബേക്കിൽ നല്ലൊരു പാർക്കുണ്ട്. ഇവിടെ ചെസ്സ് കളിക്കണ 2 വീരന്മാരുണ്ട്. അപ്പം എൻ്റെ കെട്ടിയവൻ പറയാം അതൊന്ന് ഞാനാണെന്ന്. അപ്പോൾ ഒന്ന് ഞാനാണെങ്കിൽ ഒന്ന് മൂപ്പരും ആയിരിക്കുമല്ലോ. അതിൻ്റെ ചുറ്റുമായിട്ട് നല്ല മീനുകളുണ്ട് കേട്ടോ. നിറയെ മീനുകളുണ്ട്. അതിൽ പലതരം നല്ല ഗ്ലാമറുള്ള കുറേ മീനുകളുണ്ട്. അവിടെ കുട്ടികൾക്ക് പറ്റിയ ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ. ഇവിടെ പോയാലും നമ്മളെ നാട്ടുകാരുണ്ടാവും പറഞ്ഞാൽ ഇത് ഓമാനൂർ TMS സ്കൂളത്തെ കുട്ടികളാണ്. പിന്നെ അതിൽ കുറേ നേരം ഇങ്ങനെ കറങ്ങിയിട്ടേ ഞങ്ങൾ. നല്ല നല്ല രസമായിട്ട് ഇങ്ങനെ കറങ്ങാൻ പറ്റിയ സ്പേസാണ് വെയിലൊന്നും ഇല്ലെങ്കിൽ.
പിന്നെ കപ്പിൾസായിട്ടൊക്കെ നിക്കാഹ് കഴിഞ്ഞ സമയത്തൊക്കെ വരുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഒരു വൈബ്. ഇത് തണുത്ത വെള്ളമായതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കുറച്ച് നേരം കളിച്ച് ഞങ്ങൾ പിന്നെ ഇങ്ങനെ നടന്നിട്ട് അവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് കാണാൻ. ഇതിലങ്ങനെ ഉള്ളോട്ട് പോയാൽ കുറച്ച് കാട് ഇങ്ങനെ ഏരിയ കേട്ടോ. അവിടെയൊക്കെ പിന്നെ കുറച്ച് കപ്പിൾസൊക്കെ ഉണ്ടാവും. വെറുതെ പോലെ ഡിസ്റ്റർബ് ചെയ്യേണ്ട വെച്ചാൽ ഞങ്ങളോട് പോയി. പിന്നെ ഞങ്ങളെ കണ്ണ് വെട്ടാട്ടോ പുതിയൊരു കായ്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ കണ്ടോണോ എനിക്കറിയില്ല. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ വേറെ ഒന്ന് വീണെടുക്കണ്. ഞാൻ മാങ്ങയ്ക്ക് വിചാരിച്ച് ഓടി പോയി എടുത്തേനി. പക്ഷേ മാങ്ങല്ല ഗൈസ് മൂഞ്ചി. അപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ബായ്.